എന്താണ് അഞ്ചാം വേദയുടെ വിശേഷങ്ങൾ? അഞ്ചാം വേദം ഈ പറഞ്ഞ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയൊരു സബ്ജക്റ്റാണ് പിന്നെ പറയാൻ ശ്രമിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഈ തലാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ആക്ച്വലി ഒരു 100% ആൾക്കാർക്ക് തലാക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. പക്ഷേ അതിനിങ്ങനെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ പടത്തിൻ്റെ കഥ കേൾക്കുമ്പോഴത്തേക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റിലൂടെയാണ് ഇത്, അങ്ങനത്തെ ഒരു പ്രമേയത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നോക്കാം. പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ അത് വളരെ സറ്ററിക്കലായിട്ട് പോകുന്നതാണ്. അങ്ങനെ പൊളിറ്റിക്കലി ആരെയും ഇത് ചെയ്യുന്ന രീതിയിലല്ല പടം പോകുന്നത്. പിന്നെ കൂടുതൽ ഇതൊരു ലൈറ്റ് വെയിൻഡ് ഹാപ്പി സിനിമയാണ് കൂടുതൽ സമയത്തും. തിരക്കഥാകൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഈ ഒരു കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ കോവിഡിന് ശേഷമുള്ള ഒരു ചെറിയ കഥകളും രാഷ്ട്രീയങ്ങളും അതിനകത്തുള്ള സംഭവങ്ങളും ഒരു ചെറിയ സസ്പെൻസ് ഒക്കെ ആയിട്ട് പോകുന്ന പടമാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിൽ? ഇത് ശരിക്കും ഒരു ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു പടം പോലത്തെ ഒരു മൂഡിലാണ് ഈ പടത്തിൻ്റെ പിന്നെ ഇത് പോയിക്കൊണ്ടിരുന്നത് എപ്പോഴും. പിന്നെ ഈ നമ്മൾ പിന്നെ പാസ് ചെയ്ത് പോകുന്ന ഈ ഓരോ പിന്നെ സസ്പെൻസും എല്ലാം നമ്മളെ ഈ ഭയങ്കര അതിഭീകരമായ വഴിയിലൂടെ അല്ല പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വളരെ ലൈറ്റ് വെയിൻഡായിട്ട് പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം പറയുന്നുണ്ട്, മതം പറയുന്നുണ്ട്, പിന്നെ തീവ്രവാദം പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ഡീസൻ്റായ ഒരു ഇതിനകത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലവ് തന്നെയാണോ? പ്രണയം തന്നെയാണോ പഴത്തിൻ്റെ ഒരു? പ്രണയമാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അണ്ടർലൈങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബേസ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് പ്രണയം തന്നെയാണ്. പിന്നെ അതിനെ ചുറ്റി ഉണ്ടാകുന്ന മറ്റ് സാധനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് നാച്ചുറലി. എങ്ങനെയുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ചേട്ടൻ തിരിച്ചു വന്നു ഒരു പുതിയ സെറ്റ്? ഞാൻ ഇടയ്ക്കൊരു തമിഴ് പടം ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ റിലീസാവാൻ പിന്നെ ആയിട്ടില്ല. പിന്നെ എന്താ പറയുക, കുറേ നാൾക്ക് ശേഷം മലയാളത്തിൽ ചെയ്തപ്പോഴത്തേക്കാണെങ്കിൽ ആസ് യൂഷ്വൽ നമ്മുടെ സ്വന്തം ഭാഷ ചെയ്യുന്നതിന് സന്തോഷമുണ്ട്. അതുകൊണ്ടായിരുന്നു. ഇതിൽ ഞാൻ ACP നൗഷാദ് ഹസൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ACP ആണ്. പിന്നെ കുറേ പേരെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. ആണ് മെയിനായിട്ട്. ഇതിനകത്ത് പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള സിറ്റുവേഷൻ ആക്ച്വലി ബിനീഷ് ആണ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ കോ ഡയറക്ടറാണ്, VFX ഡയറക്ടറാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു മെയിൻ റോള് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ, ഇപ്പോൾ ഈ ACPയുടെ കൂടെയുള്ള ഇൻസ്പെക്ടറായിട്ട്. പിന്നെ നമ്മുടെ മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത് വിഹാൻ വിഷ്ണുവാണ്. പിന്നെ ഫീമെയിൽ ലീഡ്, ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് പടമായതുകൊണ്ട് പ്രത്യേകിച്ചും അത് സുനു ലക്ഷ്മിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരത്തി ഓൾറെഡി തമിഴിൽ ഒരു പടം ചെയ്തിട്ടുണ്ട് നയൻതാരയുടെ കൂടെ. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ഉണ്ട്. അടുത്തത് ഒരു തമിഴ് പടം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഒരു അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ആസ് ഓഫ് നൗ. അപ്പോൾ അത് ബിനീഷാണ് ഡയറക്റ്റ് ചെയ്യണം ബൈ ദ വേ. അപ്പോൾ അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് ഞാനാണ് ബൈ ദ വേ. അങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞു പരിപാടി കൊണ്ട് ഇടയ്ക്ക് നടക്കുന്നത്. അഞ്ചാം വേദം ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വളരെ മനോഹരമായ പാട്ടുകളുണ്ട്, വളരെ മനോഹര ലൊക്കേഷൻസ് ഉണ്ട്, നല്ല VFX എഫക്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. നമ്മുടെ ഇത്രയും വലിയ പടങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു പടം. അതെ, പ്ലീസ് എന്നല്ലേ പറയാൻ പറ്റില്ല. പ്ലീസ്. ഓക്കെ, എല്ലാവരും താങ്ക് യു.